ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 100 ദിവസത്തെ ഒരു ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഡേ 1 ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒട്ടും ഒരു പ്രതീക്ഷകൾ തെറ്റിക്കാതെ ആദ്യ ദിവസം തന്നെ അവിടെ അടി, ബഹളം, നാശം ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. രേണു സുധി വന്നൊരു ബോംബും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിൻ്റെ ഒരു പ്രൊവോക്കിംഗ് ഗെയിമിന് മാത്രം ഒരു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹൗസിലേക്ക് അവർ വന്നതിൻ്റെ ആ ഒരു സമയങ്ങളൊക്കെ ഒരു 11:45 ആ ഒരു ടൈമൊക്കെ വെച്ചാണ് സ്റ്റാർട്ടിങ് കഴിയുന്നതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു ബാഡ്ജ് കൈവശപ്പെടുത്തി എങ്ങനെയെങ്കിലും ഈ ഹൗസ് മേറ്റ്സിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടി നമ്മുടെ അക്ബർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അക്ബർ ഷാനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു എങ്ങനെയെങ്കിലും ആ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിട്ട് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടി അങ്ങേറ്റം ശ്രമിക്കുന്നുണ്ട്. പിന്നെ കൂടെ അനീഷും ശ്രമിക്കുന്നുണ്ട്. അനീഷാണെങ്കിൽ ഇപ്പോൾ മുന്നോട്ടെടുക്കുന്ന ഒരു കാര്യം പ്രൊവോക്കിംഗ് ഗെയിമാണ്. മൊത്തവും പ്രൊവോക്കും കാര്യങ്ങളൊക്കെ ഏതറ്റം വരെയും പ്രൊവോക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം വെച്ച് അങ്ങനെയാണ് ഇപ്പം ഈ ഒരു അനീഷിൻ്റെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു അമിതമായ ഒരു പ്രൊവോക്കും കാര്യങ്ങളും കാരണം ഈ ഒരു നമ്മുടെ ഷാനുവിന് ആ ഒരു ബാഡ്ജ് നേരെ കൊണ്ട് ഒണിയൽ സാബുവിന് കൊടുക്കുകയാണ്. ഒണിയൽ സാബുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരമായിട്ട് വന്നിട്ട് പുള്ളി ഒരു രീതിക്കുള്ള ഒരു ഈ ഷോയ്ക്ക് വേണ്ടി ഒരു ഇൻവോൾവ്മെൻറ്റോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ആ ഒരു ബാഡ്ജ് അങ്ങോട്ട് കൊടുത്ത് അതിൻ്റെ വാല്യൂ എന്താണെന്ന് പോലും അറിയാൻ പോയത് അത് തൊട്ടടുത്ത് വന്ന അക്ബർ നിസ്സാരമായിട്ട് അക്ബർ ഖാൻ എടുത്തുകൊണ്ട് പോവുകയാണ്. നിസ്സാരപ്പെട്ട് വളരെ അങ്ങ് കൈയിരുന്നു എടുത്തുകൊണ്ട് അങ്ങ് പോയി, അങ്ങനെയൊക്കെ പോയി. പിന്നെ ബിന്നി സെബാസ്റ്റ്യനും നല്ല പോലെ ആ ഒരു ബാഡ്ജ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അനീഷും നല്ല രീതിക്ക് ആ ഒരു ബാഡ്ജിന് വേണ്ടി അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട്. കൂടെ നടന്ന് നല്ല പ്രൊവോക്കിംഗ് ഗെയിമാണ് അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനുവിൻ്റെ ഒരു കലിപ്പൻ നോട്ടം, ഷാനുവിനെ പ്രൊവോക്ക് ചെയ്ത് അങ്ങ് പ്രൊവോക്ക് ചെയ്യണം, റിയാക്ഷൻ ചെയ്ത് പോകുന്ന രീതിക്കുള്ള ഒരു പ്രൊവോക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അനീഷ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അനീഷിൻ അത് ആ ഒരു ഷാനു വന്നിട്ടാണെങ്കിൽ ആ ഒരു ബാഡ്ജ് നേരെ ഒണിയൽ സാബുവിനോട് കൊടുക്കുകയാണ്. അത് അയാളുടെ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെയാണ് അനീഷിനെതിരെ ഒരു പ്രൊവോക്കായിട്ട് പിന്നെ പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റി. അത് ഒണിയൽ സാബുവിൻ്റെ കയ്യിൽ നിന്ന് ആഗ്രഹിച്ച പോലെ അക്ബർ അത് സ്വന്തമാക്കിക്കൊണ്ട് പോവുകയാണ്. ബെഡ്റൂമിലാണെങ്കിൽ ഒരു ബിന്നിയുടെ ആ ഒരു ബാഡ്ജ് സ്വന്തമാക്കാനുള്ള ഒരു ശ്രമവും കാര്യങ്ങളൊക്കെ സരിക, ആദില, നൂറ അങ്ങനെ കുറച്ച് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ RJ ബിൻസി, റെന ഫാത്തിമ, ജിസേൽ ഈ ബാഡ്ജിനായ ഒരു പോരാട്ടം വരെ നടക്കുകയുണ്ടായി അവിടെ. അവർ ഈ ഒരു ബാഡ്ജ് എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ അവരും അവിടെ നടത്തിയായിരുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് ആദിലയും നൂറയും നിൽക്കുന്ന ബാഡ്ജ് കൈവശമാക്കാനുള്ള ശ്രമം നിർത്തി. തൽക്കാലത്തേക്ക് ആ ഒരു ബാഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് തൽക്കാലം അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ 1-ാം ദിവസത്തിന് തുടക്കം 11:45 ഈ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ ആയത്. ആദ്യത്തെ വേക്കപ്പ് സോങ് തന്നെ നമ്മുടെ ഈ ഒരു ബിഗ് ബോസിൻ്റെ തീം സോങ്ങില്ല, അതിട്ടാണ് വേക്കപ്പ് സോങ്ങും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ 11:50 ആയപ്പോഴാണ് ഈ ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായത്. ഒരു ചെറിയ ഒരു കോർക്കൽ ആരൊക്കെയെന്ന് പറയും, നമ്മുടെ രഞ്ജിത്ത് മുൻഷി റെനയും തമ്മിൽ ചെറിയ കോർക്കലും കാര്യങ്ങളും ഉണ്ടായി. രഞ്ജിത്ത് മുൻഷി പറയുന്നു, ഞാൻ ഒറ്റ അമ്മയ്ക്കും അച്ഛനും ജനിച്ചതാണ്. അപ്പം റെന തിരിച്ചു ചോദിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ എന്താ പിന്നെ ഈ 2 അച്ഛനും അമ്മയ്ക്കുള്ളതാണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ സംസാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് 12:45 ഒരു നിയമലംഘനവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അനുവാദമില്ലാതെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തു എന്നാണ് ഒരു തെറ്റും കാര്യങ്ങളൊക്കെ. രേണു സുധി, നെവിൻ, റെന, ഷാരിക, അനുമോൾ, ശൈത്യ, സരിക, ജയ്സിൽ, ആദില, നൂറ, ബിന്നി, ബിൻസി ഇത്ര പേര് ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ഇത്രയും പേരൊക്കെയാണ് ഒരു അനുവാദമില്ലാതെ ആ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ആ ഒരു സംഭവങ്ങൾ കോസ്മെറ്റിക്സ് എല്ലാം പോയി എടുത്തുകൊണ്ടുവന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് കോസ്മെറ്റിക്സിലെല്ലാം എടുത്ത് അവരാണ് ചെയ്തത്. ആദ്യ ദിനമേ തന്നെ നിയമലംഘനം. ശൈത്യ പറയുന്നു അത് ലോക്കറാണ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ. ശൈത്യ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ ഒരാൾ വന്ന് ആ ഒരു സാധനം എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിയമവും ഇല്ല, അവിടെ ഒന്നുമില്ല. പിന്നെ നിയമം തെറ്റി, പിന്നെ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാമെന്നുള്ള കാര്യം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശൈത്യ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ശൈത്യയുടെ വാക്കിനേക്കാൾ അനീഷ് കയറി ചോദ്യം ചെയ്യണം. എടുത്തെങ്കിൽ എടുത്തെന്ന് മാത്രം പറയുക, പിന്നെ കൂടുതൽ സംസാരമോ കാര്യങ്ങളോ വേണ്ട. ഒരു കാര്യം പറയാം, ഇപ്പോൾ അവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദിലായും ജെയ്സിലും പോയാണ് ഇപ്പോൾ ആ ഒരു സംഭവം എടുത്തത്. അപ്പോഴേ റൂൾ അങ്ങ് ബ്രേക്കായില്ലോ. പിന്നെ ശൈത്യ എടുത്താൽ എന്താ, ഇനി അനുമോൾ എടുത്താൽ എന്താ, ആരെടുത്താൽ എന്താ, പിന്നെ റൂൾ ബ്രോക്കായിട്ട് പിന്നെ ആരും എടുത്തു വേണ്ട ഒരു കാര്യം അവിടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാൻഡ് കൈവശപ്പിച്ചിരിക്കുന്ന
ആർക്കും കൊടുക്കാതെ ഇത്രയും നേരം വരെ ആ ഒരു ബാൻഡ് ആരിൻ്റെ കയ്യിലാണ് ഇരുന്നത്. അപ്പോൾ അത് സ്വന്തമാക്കി പിന്നെ ബാക്കിയുള്ള ആ ഒരു ബാൻഡും കാരണം സ്വന്തമാക്കിയത് നൂറയും ജെയ്സിലുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അറിയിപ്പുള്ളവരെ ഈ ഒരു ബാൻഡ് ആർക്കും സ്വന്തമാക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ബിന്നിയുടെയും ഷാനുവിൻ്റെയും ഒരു പെട്ടി പണിപ്പുരയെ കൊണ്ട് വയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതങ്ങ് തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. പിന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. ഷേവിങ് ഫോം വിത്ത് പേപ്പർ പ്ലേറ്റ് ടാസ്കും കാര്യങ്ങളൊക്കെ. ഇത് ഒരു ശ്രദ്ധിച്ചേക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ടാസ്കിനെ പറ്റി എനിക്ക് കുറേ കാര്യം പറയാനുണ്ട്. ഞാൻ അതിനെ പിന്നെ ഒരു വിത്ത് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞിരിക്കും. ക്യാപ്റ്റൻസി ടാസ്കിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 7ൻ്റെ പണിയോ 8ൻ്റെ പണിയോ ഇത് തേങ്ങയായിക്കൊണ്ട് പോട്ടെ, പക്ഷെ ഇതൊരിക്കലും ഒരു ലോജിക്കല്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്തായിരുന്നാലും അത്ര ശരിയൊന്നുമില്ല. അതായത് ഏറ്റവും കൂടുതൽ യോഗ്യതയില്ല എന്നുള്ള ഒരാളെയാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. ഈ ഒരു ഷേവിങ് ഫോം കൊടുക്കേണ്ടത് ആ പേപ്പർ പ്ലേറ്റിംഗ് ബുക്കിങ്ങിൻ്റെ ഫേസ് തേക്കേണ്ട ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു ടാസ്ക് നടന്നതിൻ്റെ ഇടയിൽ കൂടെ ശാരികയുടെ ഹോട്ട് സീറ്റ് പ്രോഗ്രാം സ്ക്രിപ്റ്റാണെന്നാണ് അനീഷ് പറയുന്നത്. അത് ശാരിക പറയുന്നത്. അതായത് വരുന്ന ആൾക്കാരും ഈ ശാരികയും തമ്മിലുള്ള ഒരു ടൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോ എന്നാണ് പറഞ്ഞത്. ശാരിക അതിനൊരു മറുപടിയും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ സമയത്താണ് അവിടെ ഒരു കിടിലൻ ഗെയിം പ്ലേ കാണിച്ചത് നമ്മുടെ നെവിൻ പറയുന്നു, അവിടെ ഒരാളെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അത് ശാരികയ്ക്കും അറിയാം, ആ വരുന്ന വ്യക്തിക്കും അറിയാം അവിടെ ശാരികയുടെ ഷോയാണ്, പിന്നെ കുറേ കാര്യമുണ്ട്, ഇതൊരു സ്ക്രിപ്റ്റ് ഷോ അല്ല എന്നാണ് നെവിൻ പറയപ്പെടുന്നത്. രഞ്ജിത്തും റെനയും തമ്മിലൊരു യുദ്ധം ഉണ്ടാവാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ അനീഷിൻ്റെ ആ ഒരു ഹോട്ട് സീറ്റ് ഷോയിനെ പറ്റി ഉള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പൂർണ്ണമായിട്ടും നമ്മുടെ ശാരിക അങ്ങ് നിഷേധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുള്ള അതിന് കുറേ കാര്യങ്ങൾ ശാരിക പറഞ്ഞിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല, അത് എൻ്റെ ഷോയാണ്, അതിനുള്ള കാരണം അങ്ങനെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. രേണുവിനെതിരെ അപ്പാനി സ്തുതി, രേണുവിനെതിരെ അപ്പാനി ശരത്ത്, അതായത് അപ്പാനി ശരത്ത് പറയുന്നു, രേണു ഇത്രയും നേരിട്ട് വന്നിട്ട് ഇവിടെ ഒരു രീതിക്കുള്ള ഒരു ഗെയിം പ്ലേയോ കാര്യങ്ങളൊന്നും കളിച്ചില്ല, ഒരു വലിയൊരു ഇൻവോൾവ്മെൻറ്റോ കാര്യമുണ്ടായില്ല, കറക്റ്റാണ്, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അനീഷാണെങ്കിൽ ക്യാപ്റ്റനായിരിക്കുകയാണ്. ഇതാണ് 7ൻ്റെ പണി. ഇത് അവരുടെ ഒരു ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ വെച്ചാൽ അവർക്കിത് ഓക്കെയാണ്, പക്ഷേ എനിക്ക് ഇതൊട്ടും ഓക്കെ അല്ല. കാരണം ഏറ്റവും കൂടുതൽ യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന ഒരാളെയാണ് ആ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ തേക്കേണ്ടത്. ഏറ്റവും കൂടുതൽ യോഗ്യതയിലെത്താണ് അനീഷ് തന്നെ സമയത്ത് അനീഷിനെ പിടിച്ച് ക്യാപ്റ്റൻ അയക്കുന്നത്. ഇതെന്തൊരു ഗെയിമാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇതാണോ 7ൻ്റെ പണി? 7ൻ്റെ പണിയാണെങ്കിൽ ഇതിൻ്റെ പണിയായിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. മറ്റൊരു കാര്യം പറയാനുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം സ്വന്തം പേരിലായിരിക്കണം. ഇപ്പോൾ അതായത് അനുമോളെ അനു, ശരത്ത്, ഷാനു, അക്ബർ, അങ്ങനെയൊക്കെ. ഈ രേണു സുധി മാത്രമാണ് എപ്പോഴും രേണു സുധി. ബിഗ് ബോസ് പോലും രേണു സുധീനെ രേണു എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ രേണു സുധി എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ എടുത്തിട്ട് അവിടെ സുധി എന്ന് പറഞ്ഞാൽ ആ കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടൊരു പ്രേക്ഷക പ്രീതി നേടാൻ വേണ്ടി രേണു സുധി ഇങ്ങനെ ശ്രമിക്കുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. രേണു അത് മതി. ഇനി അഭിപ്രായങ്ങൾ പറഞ്ഞതിൽ റെന കൊള്ളാം. റെന ഇത്രയും ചെറിയ പ്രായമാണെങ്കിൽ പോലും ഒരു മികച്ച അഭിപ്രായങ്ങൾ പറയാൻ റെന നന്നായിട്ടുണ്ട്. ഇത്തവണ ലക്ഷറി ബഡ്ജറ്റ് ഷോപ്പിംഗ് ഉണ്ടാകത്തില്ല. ലക്ഷറി ഫുഡ് പ്രോഡക്റ്റ് പണിപ്പുരയാണ് ഇരിക്കുന്നത്. അത് സ്വന്തമാക്കാനായിട്ട് പ്രത്യേകം ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ പണിപ്പുരയ്ക്ക് കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും പണിപ്പുരയിലുണ്ട്. ലക്ഷറി ബഡ്ജറ്റ് പണിപ്പുരയിലാണുള്ളത്. ലക്ഷറി ബഡ്ജറ്റ് പോയിൻ്റ് കൊണ്ട് മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. പണിപ്പുരയിൽ ഒരേ വസ്തുക്കൾ നിശ്ചിത ബഡ്ജറ്റുണ്ട്. 2 തവണ പണിപ്പുരയിൽ കയറാനേ ഒരാഴ്ചയിൽ പറ്റത്തുള്ളൂ. നിശ്ചിത പോയിൻ്റുള്ള ഏത് സാധനവും പണിപ്പുരയിൽ നിന്ന് എടുക്കാം. പേര് പോയിൻ്റ് എഴുതിയ പിങ്ക്, ബ്രൗൺ, ഗ്രീൻ പാക്കേജിലായിരിക്കും വസ്തുക്കൾ പണിപ്പുരയിൽ ഇരിക്കുന്നത്. പിങ്ക് എന്ന് വെച്ചാൽ ഫുഡ് മെറ്റീരിയൽ, ബ്രൗണിലാണെങ്കിൽ ഡ്രസ്സ്, ഗ്രീനാണെങ്കിൽ ആക്സസറീസ്. പണിപ്പുരയിൽ കയറുന്ന ആൾക്ക് പേഴ്സണലായിട്ടും മറ്റുള്ളവർക്കും വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ എടുക്കാം. നിശ്ചിത സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് തിരികെ വരണം. സമയം കഴിഞ്ഞാൽ അത് തിരികെ കൊണ്ടുവയ്ക്കുകയും വേണം. പോയിൻ്റ് കഴിഞ്ഞ് സാധനങ്ങൾ എടുത്താൽ, അതായത് കിട്ടുന്ന പോയിൻറ്റിനേക്കാൾ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതും തിരികെ കൊണ്ടുവയ്ക്കേണ്ട അവസ്ഥ വരും. സ്വന്തം പ്രോഡക്റ്റ് പേഴ്സണലായിട്ട് എടുക്കുക. അതർ പ്രൊഡക്റ്റ് ആണെങ്കിൽ ജനറലായിട്ട് എടുക്കാം. നമുക്ക് സ്വന്തമായിട്ടാണെങ്കിലും പ്രൊഡക്റ്റ് എടുക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രൊഡക്റ്റ് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. വസ്ത്രങ്ങൾ, ഫുഡ് വെയർ അതെല്ലാം ജോഡിയായിട്ട് മാത്രം എടുക്കുക. എടുക്കുന്ന സാധനങ്ങളൊക്കെ ക്യാപ്റ്റൻ കൃത്യമായി നോക്കുകയും വേണം. ക്യാപ്റ്റൻ എടുക്കുന്ന സാധനങ്ങളെ കൃത്യമായി പറയണം. അനീഷ് പറയുന്നു മറ്റൊരു സംഭവമാണ്. അനീഷ് പറഞ്ഞു റെസ്പെക്റ്റ് എന്നത് അങ്ങോട്ട് കൊടുത്ത ഇങ്ങോട്ടും
കിട്ടണമെന്ന കാര്യം പറഞ്ഞ് ആദിലയും നൂറയും അവിടുന്ന് കോർക്കുന്നുണ്ട്. അവർ പറയുന്നു, ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണ് എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന ഈ റെസ്പെക്റ്റ് അയാൾ അത് കണ്ടിങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല. എൻ്റെ റെസ്പെക്റ്റ് അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അയാൾ ഇങ്ങോട്ട് എനിക്ക് റെസ്പെക്റ്റ് തരത്തുള്ളൂ. അതാണ് നമ്മുടെ ഒരു സോഷ്യൽ രീതി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ല? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും അനീഷിന് അറിയത്തില്ല. പക്ഷേ അത് കറക്റ്റായിട്ട് റെന ഫാത്തിമ, ആദില നൂറ ഇവരെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ കൺഫെഷൻ റൂം എൻട്രി അത് അനുമോളാണ്, നോമിനേഷന് വേണ്ടിയാണ് എൻട്രി അയക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ സരികയുടെ ആ ഒരു നോമിനേഷൻ സൂപ്പറായിരുന്നു കേട്ടോ. ബിൻസിയുടെ നോമിനേഷൻ ടൈമിൽ നെവിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, വേറെ ലെവൽ സംഭവമായിരുന്നു. ശൈത്യക്കെതിരെയുള്ള കാര്യം ആണ് എല്ലാവരും പറഞ്ഞത്. ശൈത്യക്കെതിരെ ഒരു കാര്യം പറഞ്ഞാൽ, നേരത്തെ ആ ഒരു കോസ്മെറ്റിക്സ് എടുത്ത ആ ഒരു കേസിനകത്ത് ശൈത്യനെ എല്ലാവരും കുറ്റം പറയുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശൈത്യ ആ ഒരു കാര്യം അവിടെ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതങ്ങനെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നു. കറക്റ്റാണ്. ഒരാൾ പോയി ആ ഒരു കോസ്മെറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ലോ ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണമെങ്കിലും എന്തുകൊണ്ടും എടുക്കാം. ലോ ബ്രേക്കായാൽ പിന്നെ അവിടെ റൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ബിഗ് ബോസ് പറഞ്ഞു ഒരാൾ കിണറ്റ് ചാടിക്കുന്നതിലും കൂടെ ചാടുമെന്നുള്ള കാര്യങ്ങളൊക്കെ, അതും ഒരു പോയിൻ്റാണ്. പക്ഷേ ആസ് എ കണ്ടസ്റ്റൻസ് ഒരാൾ റൂൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ റൂൾ ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ കാണുന്നില്ല. പിന്നെ ഷാനുവിൻ്റെ വസ്ത്രധാരണ സ്റ്റേറ്റ്മെൻറ്റ് ജെയ്സിലിനെതിരെയുള്ള കാര്യം, അതിനോട് എനിക്കും ഒരു യോജിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത്യാവശ്യം വൾഗറായിട്ടാണ് നമ്മുടെ ജെയ്സിൽ ഡ്രസ്സും കാര്യം ധരിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിനെ ചോദിച്ചാൽ നമുക്കൊരു കാര്യം, അവർക്കിഷ്ടം അവരിട്ടെ, ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ഇതിന് പറയാൻ വേണ്ടി പറ്റൂ. പിന്നെ വോട്ടിങ്ങിൻ്റെ കാര്യം, അനുമോള് നോമിനേഷൻ്റെ കാര്യം, അനുമോൾക്ക് 2 വോട്ട്, ഷാരികയ്ക്ക് 2, ആര്യന് 3, രേണുവിന് 4, നെവിന് 4, ജെയ്സിലിന് 4, രഞ്ജിത്തിന് 5, ശൈത്യയ്ക്ക് 8. ശൈത്യയ്ക്ക് 8 വോട്ടുകളും കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മുൻനിർത്തി എല്ലാവരും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഒരാളൊരു സാധനം എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ റൂളും കാര്യങ്ങളും ബ്രേക്കായി പോകുന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റൂ. നെവിൻ്റെ ഒരു ഗെയിം പ്ലേ രേണുവിനെതിരെ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നു എന്നാണ് രേണുവിനെ പറ്റി നെവിൻ പറയുന്ന ഒരു കാര്യം. അത് ഹൗസ് മേറ്റ്സ് പറഞ്ഞു തലവേദനയാണ് കാര്യം. തലവേദന ഫൈറ്റ് തുടങ്ങി. പിന്നെ ശരത്ത്, ശരത്ത്, അഭിലാഷ്, രേണു എന്നും പറഞ്ഞ് കിട്ടു ഫൈറ്റ് കാണാൻ വേണ്ടി പറ്റി. രേണു അഭിലാഷ് അങ്ങ് ഫയറായി വീണ രേണുവിനോട്. പിന്നെ ആദ്യത്തെ അടിയാണ് ഇവിടെ പൊട്ടിക്കുന്നത്. ഫസ്റ്റ് ഡേ ഒന്ന് തന്നെ ഇത്രയും വലിയ ഫൈറ്റും കാര്യങ്ങളോട് ഉണ്ടാക്കി. രേണുവിൻ്റെ തലവേദന അതൊരു ഫേക്കാണ്, അതൊരു റിയൽ ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ബിന്നി പറയുന്നു തലവേദനയായ വ്യക്തി എങ്ങനെയാണ് ഈ ഒരു കിടന്ന് ബഹളം വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ഫേക്ക് തലവേദനയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. അക്ബർ ഖാൻ, സരിക എന്നിവർ ഈ ഒരു ഷാനവാസിനും തലവേദന ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം വെച്ച് ഷാനവാസിന് കൊടുക്കാത്ത ഒരു പ്രത്യേക പരിഗണന രേണുവിന് ക്യാപ്റ്റനായ അനീഷോടുന്ന ആ ഒരു കാര്യം കൂടെ ചോദ്യം ചെയ്ത് അങ്ങനെ ഈ ഒരു അനീഷിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അവരെല്ലാവരും കൂടെ. പിന്നെ അനീഷിൻ്റെത് ഭയങ്കരമായൊരു പ്രൊവോക്കാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഒരു തനതായ ഒരു മനോഭാവം, എന്ത് വന്നാലും ഒന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പല സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുറന്ന് പറയും. പക്ഷേ ഇങ്ങോട്ട് ഒന്നും കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു പ്രവണത. എന്താണിത്? എന്ത് രീതിയാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. തലവേദന സമയത്ത് തലവേദന വരാൻ വേണ്ടി മാത്രം അവിടെ എന്താണ് അവിടെ ഉണ്ടായത്? രേണുവിൻ്റെ കാര്യം പറഞ്ഞത് തലവേദന വരാൻ വേണ്ടി മാത്രം അവിടെ എന്താണ് അവിടെ രേണു അവിടെ ചെയ്തത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. തലവേദന ഒരു എമർജൻസി കണ്ടീഷനെന്നാണ് പറയുന്നത്. എന്താണ് എമർജൻസി കണ്ടീഷൻ? ഒരു ഫേക്കായ തലവേദന എന്താണ് എമർജൻസി കണ്ടീഷൻ? തലവേദന ഭയങ്കര എമർജൻസി കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അവിടെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഇത് അനീഷിൻ്റെ പക്ക ഒരു ചീപ്പ് ഗെയിം പ്ലേ ആണ് അവിടെ കാണാൻ വേണ്ടി പറ്റിയത്. ആദ്യം ചോദ്യം ചെയ്ത ഒരു ചോദ്യം ബെസ്റ്റായിരുന്നു. ഷാൻ ചോദിക്കുകയാണ്, ആദ്യമായിട്ട് ഇവിടെ തലവേദന എനിക്കാണ് ഉണ്ടായത്, എനിക്ക് തരേണ്ട സമയത്ത് നീ എന്ത് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ ഒരു ബിഗ് ബോസിനടുത്ത് പോയിട്ട് പെട്ടെന്ന് പറയുകയാണ് എമർജൻസി കണ്ടീഷനാണ്, മരുന്ന് വേണമെന്നൊക്കെ ആര് പറഞ്ഞ് അനീഷ് പറയുകയാണ്. പക്ഷേ ഷാനിന് തലവേദന ഉണ്ടെന്ന സമയത്ത് അത്രയ്ക്കൊരു പരിഗണന കാര്യങ്ങൾ അവിടെ കൊടുത്തില്ല. അതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ ചർച്ച വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പാനി ശരത്ത് ഒരു ബ്രില്യൻ്റ് ഗെയിമാണ്. അനീഷിനെതിരായിട്ട് നല്ല പോലെ അപ്പാനി ശരത്ത് ഗെയിം കളിച്ച് മുന്നേറി വരികയാണ്. ബിഗ് ബോസ് ഹൗസിലെ ഒരു തലവേദനയാണ് രേണു എന്നാണ് ആര് പറഞ്ഞത്? RJ ബിൻസി പറയുന്നത്. കറക്റ്റാണ്. അത് ബിഗ് ബോസ് ഹൗസ് മാത്രമല്ല പുറത്തും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ഡേ നടന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഷാരികയുടെ ഹോട്ട് സീറ്റ് പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു റിയൽ ഷോയാണ്. അതൊരിക്കലും സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നൊരു കാര്യങ്ങളൊക്കെ അതൊരിക്കലും ഒരു സ്ക്രിപ്റ്റ് പ്രോഗ്രാമല്ല, ഒന്നുമല്ല. പിന്നെ ഈ ഒരു ശൈത്യയുടെ കേസും കൂടെ പറയുന്നത്. ശൈത്യയുടെ കേസ് വെച്ച് കഴിഞ്ഞാൽ
അത് ഒരാൾ പോയി ഒരു റൂള് ബ്രേക്ക് ചെയ്ത് അവിടുത്തെ ഒരു കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ റൂള് ബ്രേക്ക് ഔട്ടായി. പിന്നെ അവിടെ ഒരു റൂളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആ ഒരു കാര്യം വെച്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, ആ എടുത്ത ആൾ ആരാണോ അവരെടുത്തപ്പോഴേ ആ റൂൾ അങ്ങ് ബ്രേക്ക് ആയി. പിന്നെ ആർക്ക് വേണമെങ്കിലും എടുക്കുക. ഇപ്പോൾ ശൈത്യക്കല്ല, ഇനി അനുമോളില്ല, ആർക്ക് വേണമെങ്കിലും പോയി എടുക്കുക. അതിപ്പോൾ അവിടെ റൂള് പ്രാബല്യത്തിലില്ല. പിന്നെ ആ ആദ്യം എടുത്ത ആൾക്കാർക്ക് പണിഷ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കുക. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നുന്നൊരു കാര്യം. സോ ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 1 റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഇനി ഡേ 2 റിവ്യൂവും കാര്യമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബിഗ് ബോസ് ഡേ 1 പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. ആ ഒരു കാര്യം വെച്ച് ഇത്രയുള്ള പറഞ്ഞിട്ട് ബൈ. ഓക്കെ.